കിഴിപ്പള്ളിക്കര താന്യം പഞ്ചായത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും തൃശൂർ തൈക്കാട്ടുമൂസ് SNA ഔഷധശാലയുടെയും ആഭിമുഖ്യത്തിൽ രോഗികൾക്കുള്ള പുതപ്പ്, കഷായ വിതരണവും സൗജന്യ കർക്കിടക ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. നാട്ടിക MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഭദ്രദീപം കൊളുത്തി. തണൽ പ്രസിഡന്റ് CL ജോയി അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, SNA ഔഷധശാല മാർക്കറ്റിംഗ് മാനേജർ ജയകൃഷ്ണൻ നമ്പി, ഡോക്ടർ അഭിഷേക് KM, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജോ പുലിക്കോട്ടിൽ, MG ശ്രീവത്സൻ, വാർഡ് മെമ്പർ സജിത സുനിൽകുമാർ, തണൽ മെമ്പർമാരായ ശൈലജ, ഷീബ രാമചന്ദ്രൻ, VG മോഹനൻ, ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. +2 സംസ്ഥാനതലത്തിൽ ഉന്നത വിജയം നേടിയ ആര്യയെ ആദരിച്ചു. തിങ്കളാഴ്ച മുതൽ ആഗസ്റ്റ് 2 വരെ താന്യം ഗ്രാമപഞ്ചായത്തിലെ 5 കേന്ദ്രങ്ങളിൽ വിതരണം നടക്കും. കഴിഞ്ഞ 17 വർഷമായിട്ട് നടത്തുന്ന തണലിന്റെ ഈ ഔഷധക്കഞ്ഞി ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷിതത്വത്തിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും ജോയിയേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു. കർക്കിടക മാസാചരണത്തിൽ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ സ്വാദിഷ്ടമാണ്. എന്നാൽ അതില്ല എന്നിവിടെ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാം. മെഡിസിനാണ്. ആരോഗ്യത്തെ എത്രമാത്രം നമുക്ക് സുരക്ഷിതമാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു മെഡിസിനാണ്. അപ്പം പഴയ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ മുതിർന്ന അമ്മമാരൊക്കെ, എൻ്റെ അമ്മൂമ്മയൊക്കെ രാവിലെ കർക്കിടം എന്ന് തുടങ്ങിയാൽ ശരിക്കും രാവിലെ നേരത്തെ എണീറ്റ് കുഴമ്പും അതുപോലെ തന്നെ തൈലങ്ങളൊക്കെ തേച്ച് അസലായി കുളിച്ച് വന്ന് ആദ്യം ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ ഈ വട്ടപാത്രത്തിൽ കഞ്ഞി ഒഴിച്ച് കഴിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് എത്രമാത്രം ഔഷധമാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർക്കറിയാം. ഞാൻ നീട്ടുന്നില്ല. തണൽ ചാരിറ്റബിൾ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ 17 വർഷമായി തുടർന്നു വരുന്ന ഈ ഔഷധക്കഞ്ഞി പ്രിയപ്പെട്ട രഘുചേട്ടൻ്റെ സഹായത്തോടും അതുപോലെ തന്നെ കാറ്ററിംഗിൽ വിദഗ്ധരായിട്ടുള്ള ശ്രീവത്സേട്ടൻ്റെ ഒക്കെ സഹകരണത്തോടെ ഈ കിഴിപ്പള്ളിക്കര പ്രദേശത്തെ എൻ്റെ പ്രിയ ഗുരുജനങ്ങൾക്ക്, അമ്മമാർക്ക് നൽകുന്ന ഈ പ്രവൃത്തി അനുദിനം ഇനിയും നന്നായി നടക്കട്ടെ. എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യട്ടെ.